അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹബിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അൽ-ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. يا سيد السادات جئتك قاصدا أرجو حماك فلا تخيب مقصدي قد حل بي ما قد علمت من الأذى والظلم والضعف الشديد فأسعدي ما لي سوى حبي لديك وسيلة فامنن علي بفضل جودك أسعدي إني نزيلك والنزيل لديك يا خير الأنام بكل خير يقتدي فعليك منا كل وقت دائما أزكى الصلاة مع السلام سرمدي وعلى صحابتك الكرام جميعهم والتابعين لهم بخير فاجهدي يا رب صل على النبي محمد منجي الخلائق من جهنم في غدي. പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹി അൽഫ മറ. പരിശുദ്ധ റബീഉൽ ആഖിർ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവിലെ പരിശുദ്ധമായ മജ്ലിസ് മാഹിദ്നൂബിലാണ് നാം എല്ലാവരും നിലകൊള്ളുന്നത്. ഹബീബ് റഹ്മത്തുലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലേണ്ടുന്ന പവിത്രമായ ഒരു രാവിലാണ് നാം എല്ലാവരും നിലകൊള്ളുന്നത്. അല്ലാഹു ജല്ല വഅല അള്ളാഹുവിൻ്റെ ഹബീബിനെ സല്ലല്ലാഹു അലൈഹി യാ റസൂലല്ലാഹ് മുത്തുനബീൻ്റെ ഹക്കനുസരിച്ച് സ്നേഹിക്കുന്ന സജ്ജനങ്ങളായ ഇബാദിൽ അള്ളാഹു നമ്മയും വേണ്ടപ്പെട്ട എല്ലാവരെയും ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നൂറ് പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, കടങ്ങൾ, ദുരിതങ്ങൾ, രോഗങ്ങൾ, സിഹറുകൾ, കണ്ണേറുകൾ തുടങ്ങി പലവിധ വിഷമങ്ങളും പറഞ്ഞുകൊണ്ട് നമ്മുടെ മിഫ്താഹുൽ ഖുലൂബിലുള്ള സഹോദരന്മാർ സഹോദരിമാർ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. വളരെയധികം പവിത്രമായ ഒരു മാസമാണ് റബീഉൽ ആഖിർ. ആ റബീഉൽ ആഖിർ നമ്മളോട് വിട പറയുമ്പോൾ അതിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവിൽ ആണല്ലോ നാം എല്ലാവരും ഉള്ളത്. പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, ഇന്ന് നമ്മുടെ ലോകത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ വളരെ കൃത്യമായി നമുക്ക് അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. അള്ളാഹുവിൽ വിശ്വാസമുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ മഹബത്തുള്ള ഒരു ജനതയെ, ഒരു സമൂഹത്തെ വളരെ വിരളമായി കാണാവുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഉള്ളത്. ലോകത്തെവിടെയും നിരീശ്വരവാദവും യുക്തിവാദവും നിർമ്മിതവാദവും അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പൊന്നോമന മക്കൾ ഉൾപ്പെടെ അല്ലാഹു ജല്ല വഅല എൻ്റെ പരിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ചും പരിശുദ്ധ ദീനിൻ്റെ ശിആറുകളെ കുറിച്ചുമൊക്കെ ചിലപ്പോഴൊക്കെ തെറ്റിദ്ധാരണ വരുത്തുന്ന വാക്കുകളും പ്രവൃത്തികളും ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. വളരെയധികം വേദനാജനകമെന്ന് പറയട്ടെ. ഈ ഒരു സാഹചര്യത്തിൽ ആഖിർ സമാനിൽ ജീവിക്കുന്ന നമുക്ക്
അള്ളാഹുവിൽ നിന്നുള്ള ഏറ്റവും വലിയ രക്ഷ, അള്ളാഹുവിൽ നിന്നുള്ള ഏറ്റവും വലിയ സംരക്ഷണം, അള്ളാഹുവിൽ നിന്നുള്ള ഏറ്റവും വലിയ വിജയം അടിയുറച്ച് പറയുകയാണെങ്കിൽ അത് ഹബീബുന വ ഷഫീഉന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്തുകൾ കൊണ്ടാണ് ഉണ്ടാവുക എന്ന യാഥാർത്ഥ്യം നാം എല്ലാവരും മനസ്സിലാക്കുക. ലോകം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അടുത്തു വരുമ്പോൾ ഈമാനുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ജനങ്ങളിലേക്ക് ഇറങ്ങാൻ മടി കാണുന്ന, ജനങ്ങളിലേക്ക് ഫേസ് ചെയ്യാൻ, ജനങ്ങളിലെ അഭിമുഖീകരിക്കാൻ മടി കാണുന്ന അവൻ്റേതായ അമലുകൊണ്ട് ജീവിതത്തിൽ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുമെന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പോൾ നമുക്ക് രക്ഷ വേണം, നമുക്ക് ആഖിറത്തിൽ രക്ഷ വേണം, ദുനിയാവിൽ രക്ഷ വേണം എന്നാഗ്രഹിക്കുന്നവരാണ് നാം. നമ്മുടെ രക്ഷയ്ക്കുള്ള മാർഗം അത് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്തുകൾ മാത്രമാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഈമാൻ ആണ്. ആ ഈമാനിനെ ചൂഷണം ചെയ്യാൻ വേണ്ടി, ആ ഈമാനിനെ തെറ്റിക്കാൻ വേണ്ടി കുഫ്രിയത്തിലേക്കും രിദ്ദത്തിലേക്കും പോകുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ചില നിരീശ്വരവാദികളും യുക്തിവാദികളും ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ജൽപ്പനങ്ങൾക്കും അവരുടെ വാദങ്ങൾക്കും ഒക്കെ എതിരായ ഒരു ഈമാനിക ചൈതന്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബ റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ഹബീബ് മംബഉൽ ഈമാനാണ്. ഈമാനിൻ്റെ പ്രഭവ കേന്ദ്രം അത് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മർജിഉൽ ഈമാൻ, ഈമാൻ മടങ്ങിപ്പോകുന്നത് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കാണ്. മൽഹറുൽ ഈമാൻ ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പോൾ ഈമാനികമായ ഏതെല്ലാം ചൈതന്യത്തിൻ്റെ കവാടങ്ങളുണ്ടോ അതെല്ലാം ചെന്നു ചേരുന്നത് ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കാണ് എന്ന് മഹാന്മാരായ ആരിഫീങ്ങളും ഔലിയാക്കളും സാലിഹീങ്ങളും അമ്പിയാക്കളൊക്കെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞത്, ഇന്നൽ ഈമാൻ യജിസു ഇലൽ മദീനത്തി കമാ തജിസുൽ ഹയ്യത്ത് മിനൽ ഇലാ ജുഹരിഹാ. ഈമാൻ അത് മദീനയിലേക്ക് മടങ്ങിപ്പോവുകയാണ്. പാമ്പ് അതിൻ്റെ മാളത്തിലേക്ക് മടങ്ങുന്നത് പോലെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈമാൻ മദീനയിലേക്കാണ് മടങ്ങിപ്പോവുക. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ മുത്തു റസൂലുള്ളാഹിൻ്റെ പരിശുദ്ധമായ മദീനയിലേക്ക് മടങ്ങിപ്പോകുന്ന ഈമാൻ, അവിടെയാണ് ഈമാനിൻ്റെ മദ്ഹറും മമ്പവും മറജിയും ഒക്കെ കിടക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ ഹബീബിനെ മാറ്റി നിർത്തിയിട്ടൊരു ഇസ്ലാം, മുത്തു റസൂലുള്ളാഹിനെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു ഈമാൻ നമുക്കൊരിക്കലും ഉണ്ടാവുകയില്ല എന്ന് നാം മനസ്സിലാക്കുകയും, അള്ളാഹുവിൻ്റെ ഹബീബാണ് ഏതേത് റഹ്മത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ഉത്ഭവം അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ് എന്ന് നാം എല്ലാവരും മനസ്സിലാക്കുക. ഫമാ ബിക്കും മിൻ നിഅമത്തിൻ മിനല്ലാഹ്, നിങ്ങളിൽ ഏതേത് അനുഗ്രഹങ്ങൾ ഉണ്ടോ ആ അനുഗ്രഹങ്ങളെല്ലാം ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരണമായി അള്ളാഹു നിങ്ങൾക്ക് നൽകിയതാണ്. മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് അതിൻ്റെ സബബ് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് വീടുകളുണ്ട്, ഭവനങ്ങളുണ്ട്, മക്കളുണ്ട്, അതുപോലെ തന്നെ വാഹനങ്ങളുണ്ട്, സ്ഥലങ്ങളുണ്ട്, മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഏതേത് അനുഗ്രഹങ്ങൾ ഏത് ചെറുത് മുതൽ വലുത് വരെ ഏതെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ ആ അനുഗ്രഹങ്ങളെല്ലാം ഹബീബായ മുത്ത് മാണിക്യം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സബബായി കാരണമായി നമുക്ക് ലഭിച്ചതാണെന്ന് ചിന്തിക്കുമ്പോൾ
ഹബീബിനോട് അടങ്ങാത്ത സ്നേഹം നമുക്കുണ്ടായിരിക്കണം. ഹബീബുള്ളത് കൊണ്ടാണ് നമുക്കെല്ലാം ലഭിച്ചതെന്ന നന്ദി, ശുക്ർ നമുക്കുണ്ടാകണം. ആ ശുക്രിൻ്റെ ഭാഗമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്തുകൾ അധികരിപ്പിക്കുക എന്നത്. റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് വെച്ച് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സ്വലാത്തുകൾ അധികരിപ്പിക്കാനുള്ള വഴികൾ നാം കണ്ടെത്തുക എന്നുള്ളത്. ഒറ്റ ഹദീസ് നിങ്ങൾക്ക് മുമ്പിൽ ഉണർത്തി ഇൻഷാ അള്ളാഹ് സലാത്തുൽ ഫാത്തിഹിൽ നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മുഴുവൻ സൃഷ്ടികളുടെയും കേൾവി നൽകിക്കൊണ്ട് അന്ത്യനാൾ വരെ എൻ്റെ ഖബറിങ്കൽ നിൽക്കുന്ന ഒരു മലക്കിനെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുകയാണ്. എൻ്റെ സമുദായത്തിൽ നിന്ന് ആര് എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാലും അവരുടെ പേരും അവൻ്റെ പിതാവിൻ്റെ പേരും ആ മലക്ക് എനിക്ക് പറഞ്ഞു തരും. മലക്ക് പറയും, നബിയെ, ഫുലാൻ ഇബ്നു ഫുലാൻ അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയിരിക്കുന്നു. നബി തങ്ങൾ പറയുന്നു, ഫമാ മിൻ അഹദിൻ മിൻ ഉമ്മത്തി യുസല്ലി അലയ്യ, എൻ്റെ സമുദായത്തിൽ നിന്ന് ആരെല്ലാം എൻ്റെ മേൽ സ്വലാത്തിൽ നിന്നുണ്ടോ ആ സലാത്ത് ചൊല്ലുന്നവരെ കുറിച്ച് നബി തങ്ങൾ പറയുകയാണ്, ഫമാ മിൻ അഹദിൻ, ഒരാളും തന്നെയില്ല, മിൻ ഉമ്മത്തി എൻ്റെ സമുദായത്തിൽ നിന്ന്, യുസല്ലി അലയ്യ എൻ്റെ മേൽ സലാത്ത് ചൊല്ലുന്ന എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഒരാളും തന്നെ ഇല്ലാ സമ്മാഹു ബിസ്മിഹി വസ്മി അബീഹി, അവൻ്റെയും അവരുടെ പിതാവിൻ്റെയും പേര് എന്നോട് പറഞ്ഞിട്ടല്ലാതെ, എന്നെ അറിയിച്ചിട്ടല്ലാതെ. വഖാല യാ മുഹമ്മദ്, ആ മലക്ക് പറയുന്നു, നബിതങ്ങളുടെ ഖബർ ഷരീഫിൽ നിൽക്കുന്ന മദീന മുനവ്വറയിലെ റൗള ഷരീഫിൻ്റെ ചാരത്തുള്ള ആ മലക്ക് പറയാ, മുഹമ്മദു ഇന്ന ഫുലാൻ ഇബ്നു ഫുലാൻ യുസല്ലി അലൈക, നബിയേ, ഇന്നാലിന്ന ആളുടെ മകൻ അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് എന്ന് ഹബീബ നബിതങ്ങളോട് അറിയിക്കുമെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹു ഏറ്റവും അഷറഫായി അക്രമായി അയച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിൽ നമ്മുടെ പേരുകൾ പറയപ്പെടുക എന്നത് പറഞ്ഞാൽ അതിനേക്കാളും പുണ്യമുള്ള മഹാഭാഗ്യമുള്ള ഒരവസരം വേറെ എന്താണുള്ളത്? റസൂലുള്ളാഹിൻ്റെ ഹളറത്തിൽ നമ്മുടെ വാപ്പയുടെ പേരും നമ്മുടെ പേരും ഉച്ചരിക്കപ്പെടുകയാണ്. ഒരിക്കൽ പോലും കളവ് പറയാത്ത സ്വാദിഖുൽ മസ്ദൂഖായ അസ്വാദിഖുൽ വഅദുൽ അമീൻ ആയ റഹ്മത്തുൽ ആലമീൻ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മളെ പഠിപ്പിക്കുമ്പോൾ അള്ളാഹിൻ്റെ ഹബീബിൻ്റെ ഹദറത്തിൽ റൗള ഷരീഫിൽ മുത്തുനബിയുടെ ചാരത്ത് നമ്മുടെ പേരുകൾ പറയപ്പെടാൻ കാരണമാകുന്ന വലിയൊരു അമല് അത് മുത്തു റസൂലുള്ളാഹിൻ്റെ പേരിലുള്ള സ്വലാത്തുകളാണ്. ആ സ്വലാത്തുകൾ ചൊല്ലുമ്പോൾ വളരെയധികം പ്രതിഫലങ്ങളാണ് നമുക്കുള്ളത്. നാം ഈ നാം ഒരുമിച്ച് കൂടിയ മിഫ്താഹുൽ ഖുലൂബിലെ മജ്ലിസ് മാഹിദുനൂബിൽ 1000 10,000 ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലി അറിയിക്കുന്ന സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. അവരുടെ നീറുന്ന 100 പ്രശ്നങ്ങൾക്ക് പരിഹാരമായി സ്വലാത്തിൻ്റെ മജ്ലിസ് മാറിയിട്ടുമുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സ്വലാത്തുകൾ ചൊല്ലാനുള്ള അവസരങ്ങൾ നാം ഒരിക്കലും നഷ്ടപ്പെടുത്തി പോകരുത്. അള്ളാഹുവിൻ്റെ ഹബീബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയങ്കരമായ സ്വലാത്തുൽ ഫാത്തിഹാണ് നാം ചൊല്ലുന്നത്. റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടമുള്ള സ്വലാത്തുൽ ഫാത്തിഹ നാം ചൊല്ലുകയും അതിനെ തവസ്സുലാക്കി അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് വലിയ പ്രതിഫലം നൽകുകയാണ്. ഒരൊറ്റ തവണ ചൊല്ലിയാൽ തന്നെ സ്വർഗം ലഭിക്കുമെന്ന് മഹാന്മാരായ ആരിഫീങ്ങൾ രേഖപ്പെടുത്തുന്ന പരിശുദ്ധമായ സ്വലാത്തുൽ ഫാത്തിഹ നാം മുറുകെ പിടിക്കുക. മിഫ്താഹുൽ ജന്ന, സ്വർഗത്തിൻ്റെ താക്കോൽ എന്നറിയപ്പെടുന്ന പരിശുദ്ധമായ സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ മഹത്വങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ആ സ്വലാത്തുൽ ഫാത്തിഹയിൽ ഒരു വാക്കുണ്ട്, അൽ ഫാത്തിഹ ലിമാ ഉഗ്ലിഖ, അടക്കപ്പെട്ട വാതിലുകൾ തുറന്നു തരുന്ന ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഗ്രൂപ്പിലുള്ള സഹോദരന്മാരിൽ സഹോദരിമാരിൽ ഒരുപാട് പേര് കടമുള്ളവരുണ്ട്, ഒരുപാട് പേര് രോഗമുള്ളവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, വിവാഹപ്രായമെത്തിയിട്ട്
കല്യാണം കഴിച്ചുവിടാൻ കഴിയാത്തവരുണ്ട്, രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരുണ്ട്, ഗർഭിണികളുണ്ട്, മക്കൾ സാലീങ്ങളല്ലാതെ വിഷമിക്കുന്നവരുണ്ട്, മക്കളല്ലാതെ വേദനിക്കുന്നവരുണ്ട്. ഇതുപോലെ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. വലിയ വലിയ രോഗങ്ങളാൽ നിത്യരോഗങ്ങളായി കിടക്കുന്നവരുണ്ട്. ഇങ്ങനെ തുടങ്ങി വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ജോലിയില്ലാതെ വിഷമിക്കുന്ന വേദനിക്കുന്ന മുഅ്മിനീങ്ങളുണ്ട്. അതുപോലെ ഒരുപാട് പ്രതിസന്ധികളാൽ ഭാര്യ ഭർത്താവിൻ്റെ സംശയത്താൽ വലിയ പ്രശ്നങ്ങളായി ത്വലാഖ് ചൊല്ലാൻ വേണ്ടി ഉതിരുന്നതിലുള്ള പ്രയാസം പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രതിസന്ധികൾ നിൽക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്ത് അൽ ഫാത്തിഹ ലിമാ ഉഗ്ലിഖ് അടക്കപ്പെട്ട വാതിലുകൾ തുറന്നു തരുന്ന ഹബീബായ മുത്തുനബിയുടെ സ്വലാത്ത് ചൊല്ലിയിട്ട് നിങ്ങളൊന്ന് തവസ്സുലാക്കി ദുആ ചെയ്യുമോ? മനമുരുകി കിബിലക്ക് മുന്നിട്ടിരുന്ന് വുളുഓടുകൂടെ നിങ്ങൾ ചൊല്ലുമോ? എന്നാൽ അള്ളാഹുവിൻ്റെ ഹബീബ് മുഖേന സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ ബറക്കത്ത് കൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രശ്നത്തിനുള്ള പരിഹാരം അള്ളാഹു ജല്ല വഅല നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു തരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു എല്ലാ വസ്തുക്കളുടെ മേലും കഴിവുള്ളവനാണ്. ആ കഴിവുള്ള റബ്ബ് ആകാശങ്ങളിലെ ജീവികളെല്ലാവരും ഒരുമിച്ച് കൂടിയാൽ പോലും സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ പ്രതിഫലം രഹസ്യം പറഞ്ഞു തീർക്കാൻ കഴിയുകയില്ലല്ലോ. അങ്ങനത്തെ സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്താൽ ഖാദിറായ റബ്ബ് ആജിസായ നമുക്ക് നമ്മുടെ അബുവാബുകൾ തുറന്നു തരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നാം തെറ്റുകൾ കുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും അസൂയയിൽ നിന്ന് അഹങ്കാരത്തിൽ നിന്ന് മാറി നിൽക്കുകയും ആരോടും പിണക്കമില്ലാത്ത, വിദ്വേഷമില്ലാത്ത, വൈരാഗ്യമില്ലാത്ത, ആരോടും കുടുംബ ബന്ധം മുറിക്കാത്ത, അയൽവാസി ബന്ധം മുറിക്കാത്ത നല്ല മനുഷ്യനായി ജീവിക്കാൻ സ്വലാത്തുൽ ഫാത്തിഹ മുറുകെ പിടിക്കുക. നമ്മൾ ഏതേത് നന്മകൾ ചെയ്താലും നമ്മുടെ നന്മകളെല്ലാം മറ്റുള്ളവർക്ക് വീതിക്കപ്പെടുന്ന ഫിത്ന ഫസാദിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക. നമ്മൾ ആരുടെയും ഒന്നും ഒരു ആക്ഷേപവും പരിഹാസത്തിൽ പെടാതിരിക്കാനും അവരെ നമ്മൾ വേദനിപ്പിക്കാതിരിക്കാനും ശ്രദ്ധിക്കുകയും സ്വലാത്തുകളെ കൊണ്ട് ധന്യമാക്കുന്ന മുഅ്മിനീങ്ങൾ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്ന നാവ് കൊണ്ട് ഒരിക്കലും ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും പറഞ്ഞ് നമ്മുടെ ആഖിബത്ത് മോശമാക്കാതെ നോക്കണമെന്നുകൂടി എന്നോടും എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ നിങ്ങളോടുകൂടി ഉണർത്തുകയാണ്. ഈ മജ്ലിസ് മാഹിദുനൂബിൽ ഒരുമിച്ച് കൂടിയ എല്ലാവർക്കും എല്ലാവിധ ഖൈറാത്ത്, ബറക്കാത്ത്, സലാമാത്തുകൾ അല്ലാഹ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു 11 സ്വലാത്തുൽ ഫാത്തിഹ 129 യാ ലത്തീഫിൽ നമ്മൾ ദുആ ചെയ്യാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم على آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم على آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم على آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم على آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم على آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق
الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. يا لطيف 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 يا ലത്തീഫ് യാ ലത്തീഫ് യാ ലത്തീഫ്. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് പ്രത്യേകം ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നത്തിൽ കാണാനും ആഖിബത്ത് നന്നായി മരിക്കാൻ ഒരുപാട് മുത്തുമുഅ്മിനീങ്ങൾ സഹോദരന്മാർ സഹോദരിമാർ നമ്മുടെ മജ്ലിസ് മാഹിദുനൂബിലെ മിഫ്താഹുൽ ഖുലൂബിലുള്ള മുഅ്മിനീങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുത്ത് റസൂലുള്ളാഹിനെ മനാമിൽ കാണാൻ, ഹബീബായ മുത്ത് റസൂലുള്ളാഹിൻ്റെ ശഫാഅത്ത് ലഭിക്കാനും ആഖിബത്ത് നന്നായി മരിക്കാനൊക്കെ ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു ഖൈർ നൽകട്ടെ, അള്ളാഹു അതിനുള്ള ഈമാനും ഇസ്തിഖാമത്തും നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദരി മുഖ്താരിഹിൽ അളീം. സ്വലാത്തൻ തഫ്തഹു ലനാ ബിഹാ അബ്വാബർ റിളാ വത്തയ്സീർ വതുഗ്ലിഖു ബിഹാ അന്നാ അബ്വാബ അശ്ശരി വത്തഅസീർ വതകൂനു ലനാ ബിഹാ വലിയ്യൻ വനസീറ. അൻത വലിയ്യുനാ വമൗലാനാ ഫനിഅമൽ മൗലാ വനിഅമൻ നസീർ. അർഹമുറാഹിമായ അൽ മലിക്കുൽ മുലൂക്കായ രാജസയ്യിദായ കാരുണ്യവാനായ കരുണക്കടലായ അള്ളാഹുവേ, ഞങ്ങൾക്ക് നിന്നെ കാണാൻ കഴിയുന്നില്ലെങ്കിലും റബ്ബേ ഞങ്ങളെ നീ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് നിന്നെ കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ റബ്ബേ നീ ഞങ്ങളെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. പടച്ചവനെ, നിൻ്റെ മുന്നിൽ കഴിയുയർത്താനുള്ള യോഗ്യതയില്ലാത്ത ആഖിർ സമാനിലെ പാപികളാണ്. പക്ഷേ നിൻ്റെ റഹ്മത്ത് എപ്പോഴും മുൻകടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പാപികൾക്കും പുറത്തു തരാൻ ഗഫൂർ റഹീമായ തമ്പുരാനെ, നീ കഴിവുള്ളവനാണ്. പാപികളായ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു, പരിശുദ്ധ റബീഉൽ ആഖിർ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവിലെ മജ്ലിസ് മാഹിദുനൂബിലെ
ഇഫ്താഹിൽ കുലൂബിലുള്ള സഹോദരന്മാർ സഹോദരിമാർ നീറുന്ന നൂറ് പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, കടങ്ങൾ, ദുരിതങ്ങൾ, രോഗങ്ങൾ, സിഹറുകൾ, കണ്ണേറുകൾ തുടങ്ങി ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നവർ സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ ചൊല്ലി എണ്ണം അറിയിച്ച് ഈ പരിശുദ്ധ മജ്ലിസിൽ ദുആ ചെയ്യുന്ന ഇജാബത്ത് ലഭിക്കും, കബൂലിയത്തുണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തോടെ ഏൽപ്പിച്ചതാണ്. നീ കബൂലാക്കണേ അല്ലാ, നീ ഖൈർ നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ, രോഗങ്ങളെല്ലാം ശിഫ നൽകണേ അല്ലാ. ഏതേത് രോഗങ്ങളാണെങ്കിലും നീ ശിഫ നൽകണേ അല്ലാ. ഏതേത് വിഷമങ്ങളാണെങ്കിലും നീ പരിഹരിക്കണേ തമ്പുരാനെ. ഒരുപാട് പേര് കടങ്ങളെ കൊണ്ട് വേദനിക്കുന്നു, വിഷമിക്കുന്നവരെ കടങ്ങൾ വീട്ടാനുള്ള മാർഗ്ഗം എളുപ്പാക്കണേ അല്ലാ. സ്ഥലം വിൽക്കാനുള്ളവർക്ക് നീ ഖൈറായ സലാമത്ത് നൽകണേ തമ്പുരാനെ. അള്ളാഹുവേ, വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ നൽകണേ അല്ലാ. വിവാഹം കഴിഞ്ഞ വർഷങ്ങളായി കുട്ടികളില്ലാതെ വേദനിക്കുന്നവർക്ക് സാലിഹ്യങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ, മരണപ്പെട്ടവർക്ക് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. മാതാപിതാക്കൾ, വല്യമ്മമാർ, പ്രിയപ്പെട്ട എൻ്റെ ഭാര്യ പിതാവിൻ്റെ ഉമ്മ മരണപ്പെട്ട ദിവസമാണ് റബീഉൽ ആഖിർ അവസാനം. അള്ളാഹു ഉമ്മാക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ, സ്വർഗം നൽകട്ടെ, ഖബർ ജീവിതം സന്തോഷത്തിലാക്കട്ടെ. ഇതുപോലെ ഒരുപാട് ആളുകൾ പടച്ചവനെ അവരുടെ വിഷമങ്ങളും വേദനകളും ജോലിയില്ലാതെ ദാരിദ്ര്യത്തിലും പട്ടിണിയിലും കഴിയുന്നവരുണ്ട്. എല്ലാവർക്കും നീ സലാമത്ത് നൽകണം അല്ലാ. ലോക മുസ്ലിമീങ്ങൾക്ക്, പ്രത്യേകിച്ച് ഗസയിലുള്ള, ഫലസ്തീനിലുള്ള മുഅ്മിനീങ്ങൾ സഹോദരന്മാർ, പിഞ്ചുമക്കൾ, അള്ളാഹുവേ, വേദനിക്കുന്ന, വിഷമിക്കുന്ന, വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഓരോ രംഗങ്ങളുമാണ് ഫലസ്തീനിൽ നിന്ന്, ഗസയിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നത്, കാണാൻ കഴിയുന്നത്. റബ്ബേ കാരുണ്യവാന അള്ളാഹുവേ, നീ അവർക്ക് മോചനം നൽകണേ അല്ലാ, സംരക്ഷണം നൽകണേ അല്ലാ, സുരക്ഷിതത്വം നൽകണേ അല്ലാ, ഹിഫ്ള് നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെപ്പോലെ ജീവിക്കാൻ ആഗ്രഹമുള്ള, കൊതിയുള്ള പച്ച മാംസങ്ങളെയാണ് ബോംബിട്ട് കൊല്ലുന്നത്. നീ രക്ഷപ്പെടുത്തണേ അല്ലാ. സിലാഹുൽ മുഅ്മിനിൻ്റെ ആയുധം തന്നെ പ്രാർത്ഥനയാണ്. നീ വിജയിപ്പിക്കണേ അല്ലാ, അവരെ വിജയിപ്പിക്കണേ അല്ലാ, വിജയിപ്പിക്കണേ അല്ലാ. പടച്ചോനെ, ലോകത്ത് നിരീശ്വരവാദവും യുക്തിവാദവും നിർമ്മിതവാദവും കൊണ്ട് ഞങ്ങളുടെ മക്കൾ വഴിവെച്ചു പോകുന്നതിനെ തൊട്ട് ഞങ്ങൾ വഴിവെച്ചു പോകുന്നതിനെ തൊട്ട് കാക്കണേ തമ്പുരാനെ. പടച്ചോനെ, സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റായിക്കൊണ്ട് അനിസ്ലാമിക പ്രവണതയിൽ പോയി മുർത്തദ്ദാവുന്നതിനെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യുസ്ബിഹുർ റജുലു മുഅ്മിനൻ യംശി കാഫിറ. മുഅ്മിനായി പ്രഭാതത്തിലും വൈകുന്നേരം കാഫിറാകുന്ന ഒരു സാഹചര്യം, വൈകുന്നേരം കാഫിറാകുന്നതിനും പ്രഭാതത്തിൽ മുഅ്മിനാകുന്ന ഒരു സാഹചര്യം വരുമെന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. നിരീശ്വരവാദം, യുക്തിവാദം, നിർമ്മിതവാദത്തൊട്ട് കാക്കണേ അല്ലാഹ്. ഇലാഹായ റബ്ബേ, നിന്നെ ആരാധിക്കാനും മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് സ്വലാത്തുൽ ഫാത്തിഹ നമുക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. റഹ്മത്തുൽ ലിൽ ആലമീൻ മുത്ത് മാണിക്യം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശഫാഅത്തുൽ ഉളുമ നൽകണേ അല്ലാഹ്. റഹ്മത്തുൽ ലിൽ ആലമീൻ മുത്ത് മാണിക്യം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹൗദുൽ കൗസർ നൽകണേ അല്ലാഹ്. റഹ്മത്തുൽ ലിൽ ആലമീൻ മുത്ത് മാണിക്യം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലിവാഉൽ ഹംദ് എന്ന കൊടിക്കീഴിൽ ഒരുമിച്ച് കൂടണേ അല്ലാഹ്. റഹ്മത്തുൽ ലിൽ ആലമീൻ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സ്വർഗ്ഗത്തിലെത്തിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മശായിഖന്മാരുടെ തർബിയത്തും തസ്കിയത്തും കൊണ്ട് കാമില ഇസ്തിഖാമത്ത് നൽകണേ തമ്പുരാനെ. എല്ലാവിധ മുസീബാത്ത്, ആഫാത്ത്, ഫളീഹത്ത്, ദില്ലത്ത്, അംറാദ്, മസ്വാഇബിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ആരോടും വെറുപ്പില്ലാത്ത, അസൂയില്ലാത്ത, അഹങ്കാരമില്ലാത്ത, വിദ്വേഷമില്ലാത്ത നിഷ്കളങ്കമായ ഹൃദയം നൽകണേ തമ്പുരാനെ. കുടുംബബന്ധം ചേർക്കുന്ന, അയൽവക്ക് ബന്ധം നന്നായി നടത്തുന്ന സജ്ജനങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, സ്വാലിഹായ അടിമകൾ ചേർക്കണേ തമ്പുരാനെ. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു, ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാമിനൊക്കെ അനുധാവനം ചെയ്യുന്ന സാലിഹീങ്ങളിൽ പടജനങ്ങളുടെ സന്താന പരമ്പരകളൊക്കെ ചേർക്കണ തമ്പുരാനെ. ലോകത്തുള്ള യുദ്ധങ്ങളും അശാന്തിയും പ്രശ്നങ്ങളും പ്രതിസന്ധി നാശങ്ങളൊക്കെ മാറ്റണ തമ്പുരാന്. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് സലാമത്ത് നൽകണ തമ്പുരാന്. മജ്ലിസ് മാഹിദ്നൂബ് എന്നെന്നും ഇസ്സത്തോടെ റാഹത്തോടെ പ്രശ്നപരിഹാരത്തിനായി എന്നെന്നും നിലനിർത്തണ തമ്പുരാന്. റബ്ബന അലൈക തവക്കൽനാ വഇലൈക നബ്നാ വഇലൈക്കൽ മസീർ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബന ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദാ. റബ്ബന തഖബ്ബൽ മിന്നാ
منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. إلهي لست للفردوس أهلا ولا قوى على نار الجحيم فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم. إلهي لست للفردوس أهلا ولا قوى على نار الجحيم فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم. إلهي لست للفردوس أهلا ولا قوى على نار الجحيم فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد يا رب صل عليه وسلم. صل على جميع الأنبياء المرسلين الحمد لله رب العالمين. ഇൻഷാ അല്ലാഹ് എനിക്കും എൻ്റെ കുടുംബത്തിനും സുഖമില്ലാത്ത മാതാപിതാക്കൾക്കൊക്കെ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. പ്രത്യേകിച്ച് ഇൻഷാ അല്ലാഹ് ജമാഅത്തുൽ അവ്വലിലുള്ള അവസാനത്തെ വെള്ളിയാഴ്ച രാവിലെ മജ്ലിസിലേക്ക് ഇൻഷാ അല്ലാഹ് ഇപ്പം തന്നെ നിങ്ങളെല്ലാവരും ഒരു ഖത്മുൽ ഖുർആൻ ഓതുക. പഴയ കാലത്ത് ഖുർആൻ കുറവായിരുന്നു, പക്ഷെ ഓതുന്ന ആളുകൾ സാലിഹ്യങ്ങൾ ഉമ്മമാർ സഹോദരിമാർ ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോൾ ഖുർആൻ കൂടുതലാണ്, പക്ഷെ ഓതുന്നവർ വളരെ കുറവാണ്. അങ്ങനെ ആയാൽ പാടില്ല. ഇൻഷാ അല്ലാഹ് നമ്മുടെ വീട്ടിലുള്ള ഖുർആനുകളൊക്കെ നമ്മൾ ഓതണം. വലിയ ഹൈറുണ്ടാവും, വലിയ ബറക്കത്തുണ്ടാകും. ശൈത്താനിൻ്റെ സ്വാധീനമില്ലാത്ത ഹൈറുള്ള ബറക്കത്തുള്ള ഇസ്സത്തുള്ള വീടാകണമെങ്കിൽ നമ്മുടെ വീടുകളിൽ നിന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഒരു മാസം ഉണ്ടല്ലോ, ഒരു ജുസ് വെച്ച് ഓരോ ദിവസം ഓതിയാൽ തന്നെ ഇൻഷാ അല്ലാഹ് ഒരു മാസം അവസാനമാകുമ്പോഴത്തേക്കും ഒരു ഖത്മ് തീർക്കാൻ കഴിയും. ഇനിയിപ്പോൾ സഹോദരിമാർക്ക് ഓതാൻ പറ്റാത്ത സമയം 1-2 ജുസ് ഓതിയാലും ഇൻഷാ അല്ലാഹ് ഒരു മാസത്തിൻ്റെ അവസാനത്തിൽ നമുക്കൊരു ഖത്മ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ റളിയല്ലാഹു അൻഹു വറളു അൻഹു ബദരീങ്ങളെ തൊട്ട് അള്ളാഹ് തൃപ്തിപ്പെട്ട്, അള്ളാഹു ബദരീങ്ങൾ തൃപ്തിപ്പെട്ട് ആ ബദരീങ്ങളുടെ പേർക്ക് ഇൻഷാ അല്ലാഹ് ഒരു ഖത്മുൽ ഖുർആൻ എല്ലാ മാസവും ഓതാണെങ്കിൽ നന്നായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതുകൂടി നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാകണമെന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.